ഓരോ സൺഡേ സ്പെഷ്യൽ വീഡിയോയിൽ നമുക്ക് ഓരോരോ താരങ്ങൾ എന്ന് പറയും, നമ്മൾ ഓരോ ഫാബ്രിക്കുകൾ. അപ്പോൾ അതിൽ ഇന്നത്തെ താരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂട്ടിൽ എംബ്രോയിഡറി അത് റീസ്റ്റോക്ക് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് ടൈമാണ് അത് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ ഫോർത്ത് ടൈം നിങ്ങൾ ആ ഒരു ഡിമാൻഡ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്ത ആ ഒരു ഫാബ്രിക് ഉണ്ട് നമ്മുടെ മൽച്ചന്തയിൽ, നമുക്ക് കാണാതെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അത് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക. ഒപ്പം എത്ര മീറ്ററാണ് വേണ്ടതെന്നും കൂടെ പറയാം കേട്ടോ. നമ്മൾ എംബ്രോയിഡറി ഫാബ്രിക് അല്ല, നമ്മൾ സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത്. എംബ്രോയിഡറിയും പ്ലെയിൻ, ഇത് മൽച്ചന്തേരി ആണെങ്കിലും മൽഷിഫോൺ ആണെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സമയമുള്ളവരാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ലെങ്തി വീഡിയോ കാണുക. സമയക്കുറവുള്ളവർക്കായിട്ട് ഇത് ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സൗകര്യം പോലെ ഓരോന്നായി കാണുക. ഞാൻ പറഞ്ഞു വന്നത് എംബ്രോയിഡറി ഫാബ്രിക്കിന് നമ്മൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 1.5 മീറ്റേഴ്സ് ആണ് പറയുന്നത്. സെറ്റ് വൈസ് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ നിങ്ങൾ സെറ്റ് വൈസ് ആയിട്ട് പ്ലെയിനും വർക്കും അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ വഴിയെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോരോ ഫാബ്രിക്കുകളായിട്ട് കാണാം. അതിന് മുമ്പ് ഞാൻ മാസ്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുട്ടിയായിരുന്നു, മാസ്ക് ഒക്കെ വയ്ക്കാം. നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ നല്ല എംബ്രോയിഡറി ഒക്കെ ചെയ്ത് മാസ്ക് ഉണ്ടാക്കിയിരുന്നു അല്ലേ. അപ്പോൾ നാളിപ്പോൾ പ്രതിഭ പറഞ്ഞു വേണമെങ്കിൽ ചെയ്തു തരാം, പക്ഷേ ഇതൊരു സ്ഥിരം ഏർപ്പാടാക്കിയ മാസ്ക് വയ്ക്കാം, പിന്നെ അങ്ങോട്ട് ചെയ്യാൻ മാത്രം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ജൂട്ടിൽ തുടങ്ങാം. അപ്പോൾ അത്രയൊന്നും മാർക്കറ്റിൽ കോമൺ അല്ലാത്ത ആ ഒരു ഫാബ്രിക്. അപ്പോൾ ജൂട്ടിൻ്റെ പ്ലെയിൻ ചോദിച്ച ആൾക്കാർ നമുക്ക് കുറച്ച് എത്തിയിട്ടുള്ളൂ ഇതിൽ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇന്നും ഒന്നും വിചാരിക്കില്ല, സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ പ്ലെയിൻ വേണ്ടവരൊന്നും പറഞ്ഞു വെക്കൂ, അവർ സ്റ്റോക്ക് അനുസരിച്ചിട്ട് അവർ സെറ്റ് ചെയ്ത് തരും. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇനിയും കുറച്ചുകൂടെ വരാനുണ്ട്. അത്യാവശ്യം നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, നമുക്കൊന്നും അറിയില്ല എങ്ങനെയാണെന്നുള്ളത്, കാരണം സെറ്റ് ചോദിക്കുന്നവർക്ക് ആദ്യം കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ കോഡ്സെറ്റ് കൺസെപ്റ്റിന് ആപ്റ്റായ രീതിയിൽ ആ ഒരു ബിഗ് ഫ്ലവേഴ്സ് വരുന്നത് ജൂട്ടാണ്, പ്യുവർ ജൂട്ടാണ് കേട്ടോ. അപ്പോൾ ജൂട്ടിന് പ്യുവർ ഫാബ്രിക് ആകുമ്പോൾ ഫസ്റ്റ് മാനുഫാക്ചേഴ്സ് ഫസ്റ്റ് വാഷ് ഡ്രൈ ക്ലീൻ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെ വരുന്നു. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. 340 റുപ്പീസ് പെർ മീറ്റർ, 340 രൂപയാണ് റേറ്റ് വരുന്നത്. പ്യുവർ ജൂട്ട് ഇങ്ങനെ വരുന്നു. അതിൽ ബിഗ് ഫ്ലവേഴ്സ്, ബിഗ് എംബ്രോയിഡറി ഇങ്ങനെ വരുന്നു. അതിൽ നെക്സ്റ്റ് വരുന്നത് അതിൽ സ്മോൾ ഫ്ലവേഴ്സ് ഇങ്ങനെ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ. ഏത് വേണമെങ്കിൽ വലിയ ഡിസൈൻ വേണ്ടവർക്ക് അങ്ങനെ, ചെറിയ ഡിസൈൻ വേണ്ടവർക്ക് ചെറുത്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിങ്ങനെ വരുന്നു. 260 റുപ്പീസ് പെർ മീറ്റർ, 260 രൂപ. അപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 1.5 മീറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ 1.5 മീറ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്ലീവും കൂടെ ഇതിൽ നിന്ന് കിട്ടണമെങ്കിൽ 1.25 വേണ്ടി വരും അല്ലേ. 1.25 വേണം എന്ന് നമുക്ക് സംശയങ്ങളായി ചോദിക്കാം. പ്രതിഭേനെ അടുത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പ്രതിഭ ഹായ് പറഞ്ഞോളൂ. അപ്പോൾ ഇതിൽ 340, 260, പ്ലെയിൻ ഫാബ്രിക് വരുന്നത് 120. അപ്പോൾ സെറ്റ് വൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ എംബ്രോയിഡറിയോ ചെറിയ എംബ്രോയിഡറി ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ദുപ്പട്ട ഇല്ലാതെ നിങ്ങൾ വെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതുകൊണ്ട് ടോപ്പും ഇതുകൊണ്ട് ബോട്ടം, ഒരു കോളറിനൊക്കെ വെച്ചിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു യുണീക്ക് ആയിരിക്കും. ഇനി അതല്ല വിത്ത് ദുപ്പട്ട ചെയ്യാൻ അങ്ങനെ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിൽ ടോപ്പ് ചെയ്യുക, പ്ലെയിനിൽ ബോട്ടം ചെയ്യുക, ഇതിലൊരു 1 സൈഡ് ഇടാൻ ഭാഗത്ത് ദുപ്പട്ട സെറ്റ് ചെയ്തിട്ട് സൈഡ് ലേസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി ഉണ്ടാവും അല്ലേ. അങ്ങനെ സെറ്റ് ചെയ്യുക. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കളർ. പ്ലെയിൻ ഇനി ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ അതിനെ ഇനി കോമൺ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ എംബ്രോയിഡറിയും ഏതെങ്കിലും ഒരു എംബ്രോയിഡറിയും പ്ലെയിനും കൂടെ. ഇനി അതിൽ നെക്സ്റ്റ് കളർ വരുന്നു ഇതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള യെല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കളർ സെറ്റ് ചെയ്തോളൂ. ഇതിപ്പോൾ 2 ലെയർ ആട്ടോ പിടിച്ചേക്കുന്നത്. കോട്ടൺ ലൈനിങ് വെച്ചാൽ പോരെ. മതി. ഇങ്ങനെ വരുന്നു യെല്ലോ, ഭംഗിയുള്ള ഇത് നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ എംബ്രോയിഡറികൾ, നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് വരുന്നത്. 44, 43 ഇഞ്ചൊക്കെ വിടുത്ത് വരുന്നുണ്ടെങ്കിൽ ഈ സൈഡിലേക്ക് വർക്ക് കുറവ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാബ്രിക് എടുക്കണം എന്ന് അത്യാവശ്യം. അപ്പോൾ ഇതിങ്ങനെ വരുന്നു. 340 ഇതിങ്ങനെ വരുന്നു. ചെറിയ വർക്ക്, നല്ല ഭംഗിയുള്ള ഫിനിഷിങ്ങുള്ള ഇതാണ്, പ്യുവർ ജൂട്ടാണ്. 260 അങ്ങനെ. ഇനി അതിൽ തേർഡ് കളർ വരുന്നു പീച്ച്. ഇതൊക്കെ നമുക്ക് ഇനിയും കഴിഞ്ഞാൽ ഇനിയും ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തവർക്ക് അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലാതെങ്കിലും അവരും കോൺടാക്ട് ചെയ്തോളും. ഇനി ഇതിൽ നിന്ന് ഇനിയും കഴിഞ്ഞാലും നമുക്ക് ഇനിയും കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഇതങ്ങനെ വരുന്നു. വർക്ക് ചെയ്ത് വരേണ്ട താമസം മാത്രം. ഇങ്ങനെ വരുന്നു. 340, 340 രൂപ. അതിൽ ഇങ്ങനെ വരുന്നു. ചെറിയ ഫ്ലവേഴ്സ് 260. പ്ലെയിൻ ഉണ്ട് ഓൾറെഡി 120. ഇതാണ് നമ്മുടെ ഫോർത്ത് ടൈം നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു ഫാബ്രിക്. നിങ്ങൾ ഹിറ്റാക്കിയ ഒരു താരം എന്നൊക്കെ പറയില്ലേ, ആ മൽച്ചന്തേരിയിൽ ആ ഒരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി, അതായത് നമുക്ക് ആ ഒരു ലേസ് വർക്കിൻ്റെ ഫീല് വരുന്ന രീതിയിൽ തന്നെയുള്ള ഭംഗിയിൽ എംബ്രോയിഡറി. അപ്പോൾ ഹൽദി ഫംഗ്ഷനുള്ളവർക്ക് യെല്ലോ കിടുമായിരിക്കും. ഇനി അല്ലാത്ത യെല്ലോ ലവേഴ്സും മിസ്സാക്കേണ്ട, നല്ല ബ്രൈറ്റ് യെല്ലോ ആണ് വരുന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു എംബ്രോയിഡറി ഫാബ്രിക്. അപ്പോൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 1.5 മീറ്റേഴ്സ് ആണ്. റേറ്റ് വരുന്നത് 340 റുപ്പീസ് പെർ മീറ്റർ, 340 രൂപയാണ് വരുന്നത്. സെറ്റ് വൈസ് ആണ്. മാച്ചിങ് പ്ലെയിൻ കളറും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക്
ഞാനിപ്പോൾ വെയർ ചെയ്ത പിങ്കും നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ഡൈ ചെയ്യുമ്പോൾ അതിൻ്റെ കളറിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആ പിങ്കിന് ഞാൻ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ 2-3 പീസ് വെച്ചിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് എന്താണ് ഇങ്ങനെ ഒരു ടോപ്പ് അതിൽ. അപ്പോൾ ഇതിൽ ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൽ ചെയ്തിട്ട് ഇനി ബഡ്ജറ്റ് റേഞ്ചിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നിട്ട് ദുപ്പട്ട ഇതാക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിന്നൊരു ചെറിയ പീസ് എടുത്ത് യോക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ. ഇനി അല്ല അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൽ ചെയ്യുകയാണ് നല്ലത്. നല്ല ഭംഗി, കാരണം നമുക്കൊരു പാനൽ കട്ടിൻ്റെ ഫീൽ വരും. എയർലൈനൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ. എയർലൈൻ പോലെയൊക്കെ ചെയ്തിട്ട് ഇതിൽ മാച്ചിങ് അതിൽ നമ്മളെ പ്ലെയിൻ ഫാബ്രിക് കൊണ്ട് ബോട്ടം ചെയ്യാം. ഇങ്ങനെ വരുന്നു 340. ഇങ്ങനെ വരുന്നു മാച്ചിങ് പ്ലെയിൻ 140 റുപ്പീസ്, 140 രൂപ. നെക്സ്റ്റ് കളർ, ഇനി ഓരോ കളർ ഇങ്ങനെ കാണിച്ചു പോയാൽ പോരെ. ഇങ്ങനെ വരുന്നു. എന്താ നിങ്ങൾ കണ്ടോളൂ. വിടുത്തി കാണിക്കണമെന്ന് ഇങ്ങനെ കുറേ പേര് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും അങ്ങനെ വിടുത്തി കാണിക്കാറുണ്ട്. ഇതാ ഷോർട്സിൽ നമുക്ക് അത്രയും ടൈം കുറവായതുകൊണ്ട് അത് പോസിബിൾ അല്ല. ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയില്ല എംബ്രോയ്ഡറി 340. ഇങ്ങനെ വരുന്നു. പ്ലെയിൻ കളർ വരുന്നു 140, 140 രൂപ. നെക്സ്റ്റ് കളർ നമ്മുടെ ആ സുന്ദരി ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഏത് കളറാണോ വേണ്ടതെന്ന് ഇനി കഴിഞ്ഞാൽ ഇനിയും കൊണ്ടുവരാൻ പറ്റും. എംബ്രോയ്ഡറി ഫാബ്രിക് നമുക്ക് എല്ലാം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, പക്ഷേ കുറച്ച് സമയം വേണ്ടി വരുന്നു മാത്രം, വർക്ക് ചെയ്ത് വരേണ്ട സമയം. ഇങ്ങനെ വരുന്നു 340. സ്റ്റിച്ചിങ് നമുക്ക് കുറച്ച് ലേറ്റായി. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ പെരുന്നാളും സ്കൂൾ ഓപ്പണിങ്ങും എല്ലാം കൂടെ വെക്കേഷനും എല്ലാം കൂടെ ഒന്നിച്ച് വന്നുകൊണ്ടേ അപ്പോൾ കല്യാണം പ്രതിഭ പറയുന്നുണ്ട്. പ്രതിഭ പാവം ഇടയ്ക്ക് ചെമ്പരത്തിപ്പൂ അന്വേഷിക്കണ്ടായിരുന്നു എന്നാണ് കേട്ട് ചെവിയിലെത്തിട്ട് ആ ഒരവസ്ഥയായി. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേപ്പോൾ വേനൽ മഴയും കൂടെ വന്നില്ലേ, കറണ്ടും പോവും. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് സ്റ്റാഫിനാണെങ്കിലും ഓരോ കല്യാണങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ലീവും എല്ലാം കൂടെ ആയിട്ട് എന്തായാലും ഒക്കെ ഒന്ന് ശരിയാവും. അപ്പോൾ കുറച്ച് സാവകാശമൊക്കെ കൊടുക്കണം കേട്ടോ. അങ്ങനെ വരുന്നു. പിന്നെ അർജൻറ്റുള്ളവരുടെയൊക്കെ കല്യാണങ്ങൾക്കുള്ളവരുടെയൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചു എന്നല്ല കേട്ടോ, എല്ലാവരുടെയും പരിഗണിക്കുന്നുണ്ട് പ്രതിഭ. ഇങ്ങനെ വരുന്നു. ഇതിൽ ഞാനോ പ്രതിഭയല്ല കേട്ടോ, നമുക്കൊരു സ്റ്റിച്ചിങ് ടീമുണ്ട്, അവരാണ് ചെയ്യുന്നത്. കട്ടിങ് മാഷുണ്ട്, സ്റ്റിച്ചിങ് ടീമുണ്ട്. പ്രതിഭ അതെല്ലാം ഓർഗനൈസ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്തെല്ലാം റെഡിയാക്കുന്നു. അങ്ങനെ അതൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത പിങ്കിന് ഓർഡർ ചെയ്തപ്പോൾ ഇപ്രാവശ്യം വന്നത് പിങ്ക്. ഓരോ പ്രാവശ്യം വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ കണ്ടോ, ഇത്രയും വ്യത്യാസം. ഞാൻ ഉപയോഗിച്ചിരുന്ന കുറച്ചൊരു ബേബി പിങ്ക് ആയിരുന്നു. ഇത് കുറച്ചുകൂടി ഒരു പീച്ച് കളറിൻ്റെ പിങ്ക് പറയില്ലേ, ഇതിൽ വരുന്നു. ഓരോ പ്രാവശ്യം വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും. നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണോ അത് ഓപ്റ്റ് ചെയ്തോളൂ. ഇങ്ങനെ വരുന്നു 340. ഇങ്ങനെ വരുന്നു 140, 140 രൂപ. അങ്ങനെ വരുന്നു. അടുത്തത് ഇപ്പോഴത്തെ ഹിറ്റ് കളർ ഓഫ് വൈറ്റ്. ഇതൊരു ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു കേരള ക്രീമിലേക്ക് പോകുന്ന കളറ്. ഇനി ഓണത്തിനായിട്ട് അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെക്കേണ്ട NRIs ആണെങ്കിൽ മിസ്സാക്കണ്ട കേട്ടോ. ഓഫ് വൈറ്റ് ബേസ്ഡ് ഫാബ്രിക് നോക്കേണ്ടവരാണെങ്കിൽ അതെങ്ങനെ വരുന്നു 340, 340 രൂപ. 44 ഇഞ്ച് വെടുത്ത് 140, 140 രൂപ. ഇങ്ങനെ വരുന്നു. അടുത്തത് നമ്മുടെ പേസ്റ്റൽ ഗ്രീൻ, നമ്മുടെ സുന്ദരി ലൈറ്റ് ഗ്രീൻ, ആ ഒരു പേസ്റ്റൽ ടച്ച് വരുന്ന കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ തന്നെയല്ലേ നല്ല വശം. ഇങ്ങനെ വരുന്നു 340. പെരുന്നാളിന് പോയിട്ട് സേഫു സൗജൊന്നും എത്തിയിട്ടില്ല. ഇങ്ങനെ വരുന്നു 140. അടുത്തത് നമ്മുടെ സുന്ദരി പീച്ച്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ഫേവറേറ്റ് കളറ് അത് നോക്കി എടുത്തോളൂ. എവിടെയാ തിരിഞ്ഞു പോയോ? അതായത് രമണ ഇങ്ങനെ. ഹായ് ഭംഗിയുണ്ട്. 340, 240. അല്ല 240 അല്ല 140. ഞാൻ 240 എന്ന് പറഞ്ഞോ അല്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഒത്തിരി കാലമായിട്ട് നമ്മളെ വീഡിയോ തുടങ്ങിയ കാലം തൊട്ട് തന്നെ കോട്ടൺ സ്ലബിൽ പ്ലെയിൻ കളേഴ്സ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, പുതിയ ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ പ്ലെയിൻ കളേഴ്സ് കോട്ടൺ സ്ലബ് പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഏത് ക്ലൈമറ്റിലും വെയർ ചെയ്യാം. പ്രത്യേകിച്ച് സമ്മർ സീസണിലും കേരള ക്ലൈമറ്റിലും നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. നല്ല ഭംഗിയാണ്, ഉപയോഗിക്കാൻ സുഖമാണ്. അതിൻ്റെ ആകെ ഒരു ഡീമെറിറ്റ് ഉള്ളത് കുറച്ച് ഷ്രിങ്കേജ് ഉണ്ടാവും ഫസ്റ്റ് 1-2 വാഷ് ചെയ്യുമ്പോൾ. പക്ഷെ വളരെ സുഖമായിട്ട് ലൈനിങ് വേണമെന്ന് മാത്രം. എന്നാൽ ലൈനിലൊക്കെ ഇന്നർ യൂസ് ചെയ്യുന്ന ഒരു ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ ആ കോട്ടൺ സ്ലബിൽ പ്രിൻ്റാണ് ഇന്ന് വന്നിരിക്കുന്നത് താരം. ഇതെങ്ങനെ വരുന്നു ഇങ്ങനെ 44 ഇഞ്ചാണ് ഇവിടുത്തെ. 44 എന്ന് പറഞ്ഞാൽ 42, 43 ആ ഒരു നമ്മളൊരു 44 കോമൺ ആയിട്ട് പറയുമെങ്കിൽ ചിലതൊരു 43, 42 ഒക്കെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ വരുന്നു കോട്ടൺ സ്ലബിലെ പ്ലെയിൻ. അപ്പോൾ പ്രിൻറ്റ്. അപ്പോൾ കോട്ടൺ സ്ലബ് ലവേഴ്സ് മിസ്സാക്കേണ്ട. കോഡ്സെറ്റ് കൺസെപ്റ്റിനൊക്കെ ആപ്റ്റായ രീതിയിൽ നമുക്ക് ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. സാധാ ഒരു കോട്ടൺ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇങ്ങനെ വരുന്നു 44 ഇഞ്ച് എടുത്ത് 140 റുപ്പീസ് മീറ്റർ, 140 രൂപ. ഇതിനൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടം കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നു. അടുത്ത കളറ് ആ പ്രിൻറ്റിൽ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നു. നല്ല ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. അതിൻ്റെ കറക്റ്റ് കളർ ഇവിടെ
ഇങ്ങനെ വരുന്നു. എന്താ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗി. ഇതിൽ ഒന്നുകൂടി നമ്മളൊരു ലേസൊക്കെ വൈറ്റ് ലേസൊക്കെ ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. സ്ലീവ് എൻഡിലേക്ക് ഒരു യോക്ക് പോലെയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ വരുന്നു. കോട്ട് സെറ്റ് പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് വരെ വളരെ കംഫർട്ടബിളാണിത്. ഇങ്ങനെ വരുന്നു. 140 140 രൂപ. ഇനി അതിൽ തന്നെ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓഫ് വൈറ്റിൽ ഇതും കോട്ടൺ സ്ലബാണ് ഫാബ്രിക്. ഇങ്ങനെ വരുന്നു. നമ്മൾ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഒക്കെ ഒരു ഫീല് വരും. അങ്ങനെ ബ്ലോക്ക് പ്രിൻറ്റിൽ നമ്മൾ സാധാരണ വരാറില്ല, ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ വരുന്നു. കോട്ടൺ സ്ലബിലൊക്കെ കോട്ടൺ സ്ലബിൻ്റെ പ്രത്യേകത അതിൽ വരുന്ന ആ ഒരു സെൽഫ് ചെക്സ് പോലെ വരുന്ന ഈ ഒരു ഫീലാണ് കോട്ടൺ സ്ലബിൽ. ഇത് തന്നെ ജെൻസിന് ഷർട്ട് ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഫാബ്രിക്. ഇങ്ങനെ വരുന്നു. 140 44 ഇഞ്ച് വെടുത്ത് 140 140 രൂപ. അതിലിനി 1 മോർ കളറുണ്ട്. നെക്സ്റ്റ് കളർ വരുന്നു ഇങ്ങനെ. അപ്പോൾ ഏത് കളറാണ് വേണ്ടത്, ഏത് പ്രിൻ്റാണ് വേണ്ടത്, ഡാർക്ക് കളറിൽ വേണ്ടവർക്ക് അത്, ലൈറ്റ് കളർ വേണ്ടവർക്ക് ഇത്. അപ്പോൾ കോട്ടൺ സ്ലബ് ലവേഴ്സ് മിസ്സാക്കേണ്ട അതിൽ. ഇനി ഇതിനൊക്കെ കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ആ കട്ട് വർക്ക് വരുന്ന ബോട്ടംസ്. അപ്പോൾ 2 ഡിസൈൻ നമുക്ക് ആദ്യം വന്നിരുന്നു. ഇന്ന് നമുക്കിതൊക്കെ അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇല്ലേ, 2 ബണ്ടിലില്ലേ ഉണ്ട്. അതിൽ താഴേക്ക് വരുന്ന കട്ട് വർക്കിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഓരോ പ്രാവശ്യം വരുന്നതിൽ. ഇതുണ്ടോ താഴേക്ക് ഇങ്ങനെ കട്ട് വർക്ക്. പലാസോ ടൈപ്പ് പാരൽ ബോട്ടം ഒക്കെ ചെയ്യാൻ നല്ലതാണെന്ന് വെച്ചാൽ ടോപ്പ് ചെയ്യാനും പറ്റും. 44 ആണല്ലേ, ചെറിയ യോക്ക് കൊടുക്കേണ്ടി വരും അല്ലേ. 44 ഇഞ്ചാണെങ്കിലും ഇവിടെ കണ്ടോ ഇതിങ്ങനെ നമ്മൾ കുറച്ച് സ്കാലപ്പ് പോലെ നമ്മൾ കട്ട് ചെയ്ത് പോകും, ഇത്രയും പോകും. അപ്പോൾ ടോപ്പായിട്ട് ചെയ്യേണ്ടവരാണെങ്കിൽ ചെറിയൊരു യോക്ക് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ബോട്ടം ചെയ്യാനും നല്ലതാണ്. ഇങ്ങനെ വരുന്നത് നമ്മൾ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ 200 റുപ്പീസ് പെർ മീറ്റർ 44 ഇഞ്ച് എടുത്ത് ഇങ്ങനെ ഫസ്റ്റ് ഡിസൈൻ. അപ്പോൾ ഇതിൽ ഡിസൈൻ്റെ കറക്റ്റ് സ്ക്രീൻഷോട്ട് വിടണം കേട്ടോ. ഈ ഒരു ഭാഗത്തിൻ്റെ ഇങ്ങനെ വരുന്നു. ഇതിൽ കട്ട് വർക്ക് കണ്ടോ. അപ്പോൾ ഇത് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരെ ഈ ഓഫ് വൈറ്റ് കളർ നമുക്കൊരു ബോട്ടം ഉണ്ടെങ്കിൽ ഇതിൽ മാത്രമല്ല നമ്മുടെ ഇക്കത്തിൻ്റെ ഒക്കെ കൂടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഉണ്ടോ ലൈനിങ് വെക്കാറുണ്ടോ അതിന് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ? ചില എലൈൻ പാൻറ്റ് സ്റ്റിച്ച് എലൈൻ ടോപ്പ് വെയർ ചെയ്യുന്നവർ ലൈനിങ് വെക്കാതെ ചെയ്യുക. ലൈനിങ് വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിക്കോളും. ലൈനിങ് വെച്ച് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല യൂസ് ചെയ്യാൻ. ഇങ്ങനെ വരുന്നു. 200 രൂപ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 200 ലൈനിങ് വേണോ വേണ്ടേ എന്നുള്ളത്. ഇനി അത് ക്യാമ്പ്രിക്കിൽ ഇതൊരു ഒറ്റ ഡിസൈൻ. നല്ല ഭംഗിയിൽ സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്ക് ഡാർക്ക് കളർ ചോദിച്ചവർക്ക് ഇതാ ഇങ്ങനെ വരുന്നു. മഴക്കാലത്ത് ക്യാമ്പ്രിക് കോട്ടൺ നമുക്ക് ഏത് ക്ലൈമറ്റിലും വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ക്യാമ്പ്രിക് കോട്ടണിൽ 44 ഇഞ്ചാണ് വിടുത്ത്. കോട്ട് സെറ്റിനൊക്കെ നല്ല ആപ്റ്റായ ഫാബ്രിക്കാണ്. ഇങ്ങനെ വരുന്നു. 120 റുപ്പീസ് പെർ മീറ്റർ 120 രൂപ. ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് പാൻറ്റ് ഞാൻ വിടുത്തി കാണിക്കാം. ഇനി നമ്മുടെ സ്റ്റിച്ച്ഡ് ബോട്ടംസ് കുറേ ഉണ്ട് അല്ലേ. നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് ഇല്ലേ എല്ലാം ഇത് നമ്മൾ ചെയ്ത് ദുപ്പട്ടല്ലേ. ഇത് നമ്മൾ ചെയ്യുന്ന ദുപ്പട്ട എത്രയാണ്? 350 റുപ്പീസ് 350 രൂപ. വൈറ്റിലും ഓഫ് വൈറ്റിലും ഒക്കെ ചെയ്യാറില്ലേ, ബ്ലാക്കിലും ചെയ്യാറുണ്ട്. കോട്ടൺ ബുട്ടയിൽ ഇങ്ങനെ 4 സൈഡ് ലേസ് വെച്ച് നമ്മൾ ചെയ്യുന്ന ദുപ്പട്ടയാണ്. 2.5 മീറ്റേഴ്സ് ലെങ്ത്ത് 2.5 2.25 എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് തരും. 350 350 രൂപ. ഇന്നിപ്പോൾ നമ്മൾ ഇതിനിപ്പോൾ എടുത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ബേസ് ആയിട്ടാണ് കേട്ടോ. വൈറ്റ് പാൻറ്റിന് അത് വേണ്ട, അത് കാണിക്കാം. ഫസ്റ്റ് ഞാൻ ആദ്യം നമ്പർ ഇട്ടിട്ടുണ്ട് എല്ലാത്തിലും. ഫസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക. ഇത് നമ്പർ 1 വൈറ്റ് ആണ്, മിൽക്കി വൈറ്റ് ആണ്. ഒരു മറ്റേ ഒരു ബ്ലൂ കളർ വരുന്ന വൈറ്റ് അല്ല കേട്ടോ. അപ്പോൾ പുതിയ ആൾക്കാർ ശ്രദ്ധയ്ക്കായിട്ട് ഇതാ നമ്മൾ ഫാബ് ലൈൻസിൽ അപ് ടു XXL സൈസ് വരെയുള്ളവർക്ക് ഓക്കെ ആയിരിക്കും. ഇങ്ങനെ വരും. റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ട്. 40 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ബോട്ടമാണ്. ഇങ്ങനെ വരുന്നു. അപ്പോൾ നിങ്ങൾക്കിതിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു ഏതൊരു കളർ ട്രൈ ചെയ്തോളൂ. പോപ്ലിൻ മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ വൈറ്റ് പ്രിൻ്റ് പ്രശ്നമില്ല. ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ അപ് ടു ഒരു 3-4 വാഷസ് വരെ ചില കളേഴ്സിന് കളർ ലീക്കിങ് ഉണ്ടാവാം. അപ്പോൾ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇടരുത് കേട്ടോ. പിന്നെ ഇത് മാത്രം പ്യുർ കോട്ടൺ. ലെങ്ത്ത് കുറച്ച് തരണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി ഇതല്ലാതെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഫാബ്രിക് നമുക്ക് അവൈലബിൾ ആണ്. പോപ്ലിൻ മെറ്റീരിയൽ ഫ്രണ്ട് ബാൻഡ് ബാക്ക് ഇലാസ്റ്റിക് ആ ഒരു മോഡലിൽ വേണ്ടവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരും. അപ്പോൾ റേറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു സ്റ്റിച്ച് ബോട്ടത്തിൻ്റെ റേറ്റ് വരുന്നത് 350 350 രൂപ. അതിൽ ഒരു മോർ ദാൻ 30 കളേഴ്സ് റെഡി ആയിട്ടുണ്ട്. അതിങ്ങനെ വരുന്നു. ഫസ്റ്റ് ബ്ലാക്ക് റെഡി ഇല്ല അല്ലേ, ബ്ലാക്ക് ആവണത് പോവുക. അപ്പോൾ വേണ്ടവർ പറഞ്ഞാൽ മതി, അവർ ചെയ്ത് റെഡിയാക്കി തരും കേട്ടോ. ഇപ്പോൾ ഇതിൽ ഇതാണ് നമ്പർ 1 കളേഴ്സ് നമ്പർ കാണിച്ചാൽ മതി. നമ്പർ 2 ഇത് കണ്ടത് തമ്മിലെ വ്യത്യാസം. നമ്മൾ ആ ഒരു കേരള ക്രീമാണ്, ഇത് വൈറ്റ് ആണ്. നമ്പർ 3 ലൈറ്റ് ചിക്കു കളറിൽ, 4 ലൈറ്റ് ഗ്രേ, 5 ആ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇനി ഗ്രീൻ ഫാമിലിയിലേക്ക് പോവുകയാണേ. 6 ഇനി എന്നെ കുഴക്കണ കുറേ പേരുകളായിരിക്കും. ആ ഒരു സുന്ദരി ഗ്രീൻ, ഇത് ലീഫ് ഗ്രീനേക്കാൾ ലൈറ്റായ ആ ഗ്രീൻ. നമ്പർ 7 ഇത് ബോട്ടിൽ ഗ്രീൻ എന്ന് വെച്ചാൽ ആ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല, ഒരുവിധം ഡാർക്കായ ബോട്ടിൽ ഗ്രീൻ തന്നെ. 8 ഇത് നമ്മുടെ കിങ് ഫിഷർ ബ്ലൂവിൻ്റെ ലൈറ്റ്. 9
അപ്പോൾ പിന്നെ അതെന്താണാവോ. ഇത് ടീൽ ബ്ലൂ നമ്പർ 10. ഇത് റോയൽ ബ്ലൂ 11. ഈ റോയൽ ബ്ലൂവിൻ്റെ ഇങ്ക് ബ്ലൂവിൻ്റെ ഇടയിലുള്ള സുന്ദരി ബ്ലൂ. ഇത് 12 സ്കൈ ബ്ലൂവിനൊക്കെ ഡാർക്ക്. 13 വയലറ്റ്. 14 ലാവൻഡർ. 15 ലൈറ്റ് പർപ്പിള്, നമ്മൾ വാടാമല്ലിയുടെ ലൈറ്റ് ഷെയ്ഡ്. ഇവരൊക്കെ ഇനി അടുത്തടുത്തൊന്നിരിക്കട്ടെ കേട്ടോ. ഇത് 16 റാണി പിങ്ക്. ഇവർ രണ്ടാളും പോവാം. 17 ഡാർക്ക് പീച്ചാണ്. 18 ഇത് റെഡിഷ് പീച്ച്. നമ്മളെ പീച്ചിന് ഈ റെഡ് വേറെ വരുന്നുണ്ട്. ഇവർ ഇവിടെ നടന്നിരിക്കട്ടെ കേട്ടോ. എന്താ 17 18. ഇത് 19 നമ്മൾ ആ ഒരു സുന്ദരി പീച്ച്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയത് പീച്ച്. ഇതും പീച്ച് ഫാമിലി. ഇത് നമ്മുടെ എന്താ പറയുക സാൽമൺ കളറിൻ്റെ ഒക്കെ പീച്ച് എന്നൊക്കെ പറയില്ലേ, സുന്ദരി പീച്ച് തന്നെയാണിത്. ഇവരൊന്നും ഇവിടെ ഇരിക്കട്ടെ. ആ റെഡിന് എനിക്ക് ആവശ്യം വരും. അങ്ങനെ വരും. ഇനി ഇത് 21 ലൈറ്റ് ഒനിയൻ പിങ്ക്. ഇത് 22 ഡാർക്ക് പിങ്ക്. 23 ബേബി പിങ്ക്. ഇങ്ങനെ വരും. ബേബി പിങ്കിൻ്റെ ഒരു പൊടിക്ക് ഡാർക്ക്. ഇത് 24 റെഡ്. ഈ റെഡും ഈ റെഡിഷ് പീച്ചും കണ്ട് ഇത്ര തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത്രയും ഈ 18ഉം 24ഉം തമ്മിൽ. ഇവരെയൊക്കെ മാറ്റാം കേട്ടോ. 25 നമ്മൾ ആ റെസ്റ്റ് ഓറഞ്ച് പറയില്ലേ, ബ്രിക്ക് റെഡിൻ്റെ ലൈറ്റ് ഷെയ്ഡ്. ഇത് 26 മെറൂണിൻ്റെയും ബ്രിക്ക് റെഡിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഷെയ്ഡ്. 27 ബർഗണ്ടി. 28 ലൈറ്റ് കോഫി ബ്രൗൺ. 29 ഡാർക്ക് കോഫി ബ്രൗൺ. 30 ഡാർക്ക് മസ്റ്റാർഡല്ലോ അല്ലേ. 31 അപ്പോൾ അതെന്ത് മസ്റ്റാർഡല്ലോ, ഇതൊരു ഓറഞ്ചിലേക്ക് പോകുന്ന റെസ്റ്റ് ഓറഞ്ചിലേക്ക് പോകുന്ന യെല്ലോ. ഇത് മസ്റ്റാർഡ് യെല്ലോ. ഇത് മാംഗോ യെല്ലോ. അതിൻ്റെ നമ്പറോ പോയോ. 32 33 എവിടെ പോയി. 33 പോയി. 33 ഇതാ എങ്ങനെ വരുന്നു. 33 അവിടെ പാവം അവിടെ ഒട്ടി പിടിച്ച് പോയി. 33 ഇവിടെ ഉണ്ട് കേട്ടോ. 33 നമ്മുടെ ഒലിവ് യെല്ലോ എന്ന് പറയില്ലേ, ആ ഒരു കളറിൽ. അപ്പോൾ അത്രയായിരുന്നു ബോട്ടംസ്. അത്രയായിരുന്നു ഈ ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. അപ്പോൾ ഇനി സ്കൂൾ തുറക്കുകയാണ് നാളെ. എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. കുട്ടികളൊക്കെ നന്നായി പഠിച്ച് മിടുക്കരായി ടീച്ചർമാരെ ആ ലഞ്ച് ബ്രേക്കിന് വീഡിയോ കാണാനുള്ള സമയം എന്തായാലും കണ്ടെത്തണം കേട്ടോ. മക്കളൊക്കെ വീട്ടിൽ പോയിട്ട് അമ്മമാരുടെ ഒപ്പം ഇരുന്ന് കണ്ടോളൂ. വൈകുന്നേരം ചെന്നിട്ട് കണ്ടാലും മതി. ലഞ്ച് ബ്രേക്കിനൊന്ന് ഓടിച്ച് കണ്ടിട്ട് പിന്നെ വൈകുന്നേരം ചെന്ന് എത്രയും പെട്ടെന്ന് ഓടിച്ച് പ്ലേസ് ചെയ്തോളൂ. അവർ നെക്സ്റ്റ് ഡേ നോക്കിക്കോളും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് ഇനിയും വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.